52.4. എത്ര? 52.4. 52.4. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. 50 റേഞ്ചിൽ തന്നെ വരും ഡയമീറ്റർ. റൈറ്റ്. അതില് പിന്നെ ഹൊറിസോണ്ടൽ പാർട്ടിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം വരുന്ന സ്ഥലത്താണ്. കാരണം 2 ഡയറക്ഷനിലാണ് വരുന്നത്. അതിന്റെ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തിട്ട് കൺഫ്യൂഷൻ ആയവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാണ്. ഇത്രേ ചെയ്യാനുള്ളൂ. ഇതിനെ ഇതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ട് തന്നെ കാണാം. 2 എൻഡ് ആൻഡ് ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്, ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഓക്കെ. സോ എ ബി സി ആൻഡ് ഡി. ഓക്കെ. ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ആർ എ പ്ലസ് ആർ ബി പ്ലസ് എഫ് ടി സി. എഫ് ടി സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എഫ് ടി സി വാല്യൂ എത്ര? ടി സി ഇസ് 2333.33 ന്യൂട്ടൺ അല്ലെ. പ്ലസ് ദാറ്റ് വാല്യൂ is equal to vertical load which is 2000 Newton, right? So ചെയ്ത് കഴിഞ്ഞാൽ ആർ എ പ്ലസ് ആർ ബി is equal to minus 333.33 Newton എന്ന് വരും, റൈറ്റ്. സിമിലർലി ടേക്ക് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ is equal to 0. ഡയറക്റ്റ് സാധാരണ മൊമെന്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ പക്ഷേ ആർ ബി ഇൻറ്റു ടോട്ടൽ ലെങ്തും അതുപോലെ തന്നെ ഈ ലോഡ് അറ്റ് സി എഫ് ടി സി ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതേപോലെ തന്നെ 2000 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ. അത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം ആൻഡ് then find the value of RB and RA. ഓക്കെ. അത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഇതെന്താവെന്ന് വെച്ചാൽ നമുക്ക് RA വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തവർക്ക് മനസ്സിലാണ് അവിടെ ഒരു നെഗറ്റീവ് ആണ് വരിക അല്ലെ. നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മളെടുത്ത ഡയറക്ഷൻ മിസ്റ്റേക്ക് ആണെന്നാണ്. ഓക്കെ. എന്ന് വെച്ചാൽ ആർ ബി പോയിന്റ് ഇതുപോലെ തന്നെ ഉണ്ടാവുക, ഡി ഡൗൺവേർഡ് ഫോഴ്സ്, സി അപ്വേർഡ് ആണ് ആൻഡ് ദിസ് ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ രണ്ട് സപ്പോർട്ട്സ് സി ആൻഡ് ബി രണ്ട് സപ്പോർട്ട്സ് ആയിട്ട് മാറും. ഓക്കെ. ആൻഡ് എ എൻഡില് ദ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇതുപോലെ ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ ഇതൊരു ഓവർ ഹാങ്ങിങ് ബീമിന്റെ ഫോമിലേക്ക് ഇത് മാറും, റൈറ്റ്. ആൻഡ് ദെൻ യു ക്യാൻ സോൾവ്. ഓക്കെ. ഓവർ ഹാങ്ങിങ് ബീമിന്റെ കേസിൽ നമുക്ക് എങ്ങനെ ബെൻഡിങ് മൊമെന്റ് കണ്ടെത്താം എന്നുള്ളതെല്ലാം നമ്മൾ പണ്ടേ നോക്കിയാണ്. അത് ബേസ് ചെയ്ത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ, റൈറ്റ്. സോ ദ ആൻസർ ഈസ് അറൌണ്ട് ദ റീജിയൻ 50 to 55. 50 മുതൽ 55 ഉള്ളിലായിരിക്കും അതിന്റെ വാല്യൂ കിട്ടുക, റൈറ്റ്. ക്ലിയർ അല്ലേ? എന്റെ ഇനീഷ്യൽ ഫേസ് എടുക്കുന്നത് മാത്രമേ കുറച്ചൊരു കാര്യമുള്ളൂ, അല്ല കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമുള്ളൂ. എടുക്കുന്ന കേസ് ബുദ്ധിമുട്ടുള്ളൂ. അതിനുശേഷം ബാക്കി ചെയ്യേണ്ടതൊക്കെ നോർമൽ നമ്മൾ ഇതുവരെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്. ബെൻഡിങ് മൊമെന്റ് ആയിരുന്നു കണ്ടെത്തുക, പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് ബെൻഡിങ് മൊമെന്റ്, അതിന്റെ റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റ് കണ്ടെത്തുക. മാക്സിമം ബെൻഡിങ് മൊമെന്റ് പോയിന്റ് കിട്ടിയിട്ട് സി ഡി എന്നുള്ള രണ്ട് പോയിന്റിൽ റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റ് കാണാം. അതിൽ ഏതാണോ മാക്സിമം വരുന്നത് ടേക്ക് ദാറ്റ് ബെൻഡിങ് മൊമെന്റ് വാല്യൂ ആൻഡ് പ്രൊസീഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഈ ഒരു പ്രോബ്ലത്തിന്റെ കേസിൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. കാരണം അത് പിന്നെ ഒന്ന് ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഗിയർ ഈസ് റൊട്ടേറ്റഡ് ബൈ എ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. അപ്പോൾ അത് രണ്ട് തരത്തിൽ എടുക്കാമായിരുന്നു. ഇപ്പൊ കുർമിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് എടുത്ത വേറൊരു രീതിയിലാണ്. കാരണം അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിട്ട് തന്നെ ആണ് എഫ് ടി എന്നുള്ള എടുത്തത്. എന്ന് വെച്ചാൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അത് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതില് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഓവർ ഹാങ്ങിങ് ബീം വരില്ല, ആ രീതിയിലാണ് ചെയ്തത്. അപ്പൊ അതിന് നമുക്ക് തെറ്റു പറയാമെങ്കിൽ അവർ എടുത്തൊരു കൺവെൻഷന്റെ ഇഷ്യൂ ആയിരിക്കാം, റൈറ്റ്. പക്ഷെ ബെറ്റർ ഫോളോ ദ കൺവെൻഷൻ. നമ്മളിപ്പോ ചെയ്ത അതേ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്തിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും സേഫ് ആയിട്ട് തന്നെ പോവാം, റൈറ്റ്. കാരണം കുർമിയിൽ അത് ഒരിക്കലും ഒരു എന്താ പറയാ ഒരു സൈൻ കൺവെൻഷനെ കുറിച്ച് അവർ പറയുന്നേ ഇല്ല. അപ്പൊ നമുക്കത് പിന്നെ കറക്റ്റ് ആയ ഒരു മെത്തേഡായിട്ട് എടുക്കാനും കഴിയില്ല. ഓക്കെ. ബട്ട് സ്റ്റിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ ദ ക്ലോസ് റേഞ്ച്. ഓക്കെ. സോ ടെക്സ്റ്റ് ബുക്ക് ആൻസർ ആയിട്ട് ചെറിയ വേരിയേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, റൈറ്റ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും നോക്കിയിട്ടുണ്ടോ? എന്ത് കൺഫ്യൂഷൻ ഉണ്ടോ? അഭിനവ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അഭിനവ് ഇല്ലേ? അഭിനവല്ല, അഭിനവ്. ഓക്കെ, ഫൈൻ. സി അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഗിയർ വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഏതാണ്ട് ക്ലിയർ. ഇതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് വരേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുകൂടെ കറക്റ്റ് നമ്മുടെ സൈൻ കൺവെൻഷൻ അതുപോലെ അപ്ലൈ ചെയ്യാം, ഫോഴ്സസ് കണ്ടെത്തുക. ഓക്കെ. സി എന്ന് ഈ പ്രോബ്ലത്തിൽ നമുക്ക് സിഗ്മ ബി വന്നിട്ടില്ല. അപ്പൊ 2 വെച്ച് നോക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. അതെ, ആ വാല്യൂ തരാത്തോണ്ട് അങ്ങനെ 2 കേസ് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ 2 കേസ് വെച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഓക്കെ. സി ഇനി ഇൻ കേസ് രണ്ടും തന്നിട്ടില്ല വിചാരിക്കാം. ഈ 2 വാല്യൂ നമുക്ക് കണ്ടെത്താം, ഞാൻ പറയാം. ഓക്കെ. സി ഇത് രണ്ടും നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ.
എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ മെറ്റീരിയൽ ഏതാണെന്ന് തന്നിരിക്കണം. ഓക്കെ, ഞാൻ പറയാം, ചോദിച്ചാൽ നന്നായി. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. കാരണം ചില ടെക്സ്റ്റ് ബുക്സ് അത് എടുത്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ വന്നു കളയും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ഇഫ് ഇൻ കേസ് your permissible bending stress and permissible stress, normal stress and permissible shear stress ഇത് രണ്ടും തന്നിട്ടില്ല എങ്കിൽ and material is given. Okay, material given. Okay, for example C15 steel അങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഗോ ടു യുവർ ഡാറ്റ ബുക്ക്. ഓക്കെ, PSG ഡാറ്റ ബുക്ക് പോവാ. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിംഗ് പേജസ് നോക്കിക്കഴിഞ്ഞാൽ C15 സ്റ്റീലിന്റെ യു വിൽ ഗെറ്റ് ദ yield tensile strength value. ഓക്കെ, സപ്പോസ് ദ വാല്യൂ ഇസ് 300 MPa ആണെന്ന് എടുക്കാം. ഓക്കെ, അസ്യൂമിംഗ് ആണ്. ഓക്കെ, എനിക്കറിയില്ല കറക്റ്റ് വാല്യൂ. സോ യു കൻ ടേക്ക് ദ വാല്യൂ ഫ്രം ദ ഡാറ്റ ബുക്ക്. നമുക്ക് എക്സാക്ട് വാല്യൂ കിട്ടും, ഡാറ്റ ബുക്കിൽ നിന്ന് എക്സാക്ട് വാല്യൂ എടുക്കാം. ഓക്കെ, നൗ yield tensile strength കിട്ടിക്കഴിഞ്ഞാൽ യു കൻ ടേക്ക് ദ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആസ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ yield tensile strength ഡിവൈഡഡ് ബൈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്താൽ മതി. റൈറ്റ്, ഇനി പെർമിസിബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടില്ല, പക്ഷെ ഷിയർ സ്ട്രെസ് കാണണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു yield tensile strength ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് വരുന്നത്. ഓക്കെ, പെർമിസിബിൾ നോർമൽ സ്ട്രെസ് ആണെങ്കിൽ ഡയറക്റ്റ് yield tensile strength ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കാം. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആകുമ്പോൾ yield tensile strength വാല്യൂ എടുത്ത് ഡിവൈഡ് ബൈ 2 കൊടുക്കണം. ഓക്കെ, അതാണ് അവിടുത്തെ മാക്സിമം ഷിയർ സ്ട്രെസ് വരിക. റൈറ്റ്, ഇതാണ് ഞാൻ ആദ്യകാലത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മോർ സർക്കിളിന്റെ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് തിയറീസ് ഓഫ് ഫെയിലിയർ നമ്മൾ ഇക്വേഷൻസ് റാങ്കൻസ് ഇക്വേഷനും അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് yield tensile strength ബൈ 2 വരുന്നതൊക്കെ. റൈറ്റ്, അതൊന്ന് റെഫർ ചെയ്താൽ മതി. സോ ഇത് ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ഇൻ കേസ് ദ വാല്യൂസ് ആർ നോട്ട് ഗിവൺ, ഗോ ടു ഡാറ്റ ബുക്ക്, ടേക്ക് ദ yield tensile strength വാല്യൂ ആൻഡ് ഡയറക്ട്ലി ഡിവൈഡ് ബൈ ഫാക്ടർ സേഫ്റ്റി. ഫാക്ടർ സേഫ്റ്റി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം. ഓക്കെ, ഈ 1 അത് ഫാക്ടർ സേഫ്റ്റി തന്നില്ലെങ്കിൽ യു കൻ ടേക്ക് അസ്യൂം ദ വാല്യൂ 1 ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ഓർ യു കൻ അസ്യൂം ദ വാല്യൂ 2 ആൻഡ് കണ്ടിന്യൂ. റൈറ്റ്, പക്ഷേ പെർമിസിബിൾ ഷിയർ സ്ട്രെസിന്റെ കേസിൽ വരുമ്പോൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം, യു മസ്റ്റ് ടേക്ക് yield tensile strength ഡിവൈഡഡ് ബൈ 2 and into factor of safety. That's it. Okay, clear? Okay അല്ലേ? മറക്കരുത്, ആവശ്യം വരും ചിലപ്പോൾ. റൈറ്റ്, ഓക്കെ അല്ലേ? ഇല്ലേ? എന്താണ് ഡാറ്റ ബുക്കിൽ ഇത് എവിടെ ഉണ്ടാവും? സ്റ്റാർട്ടിംഗ് പേജസ് ആണ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസിന്റെ പേജസ് ഉണ്ട്. എനിക്കൊന്ന് ഇതിൽ ഇപ്പൊ ഡാറ്റ ബുക്കില്ല, സ്റ്റാർട്ടിംഗ് പേജ് ആണ്. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതിൽ ടേബിളേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. C15 C45 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റീൽ ഡിഫറെന്റ് സ്റ്റീലിന്റെ ആണെങ്കിൽ ഡിഫറെന്റ് സ്റ്റീൽ ഉണ്ടാവും. അതിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, yield tensile strength വാല്യൂസ് എല്ലാം അതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയാൽ മതി. ഓക്കെ, ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ കാണിച്ചു തരാം, ആ പേജ് ഞാൻ ഇട്ടുതരാം. ഓക്കെ, അത് പ്രതീക്ഷിക്കണം. കാരണം വൺസ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, പഴയ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ആദ്യത്തെ എക്സാമിന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അവർക്ക് മെറ്റീരിയൽസ് C45 സ്റ്റീൽ എങ്ങനെയായിരുന്നു ചോദിച്ചത്. ഓക്കെ, ആകെ 4-5 പേര് മാത്രമേ അതിന്റെ പ്രോപ്പർട്ടി എടുത്ത് ചെയ്തിട്ടുള്ളൂ. ആകെ തിയറീസ് ഓഫ് ഫെയിലിയർ വെച്ചിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാനുള്ള പ്രോബ്ലം ആയിരുന്നു ചോദിച്ചത്. പക്ഷെ പലരും ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പേർക്ക് അത് ഇതിന്റെ അകത്തുള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നുള്ളൂ, അവർ മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇതെടുക്കണം. പക്ഷെ അത് അപ്പോഴും പലരും തെറ്റിക്കുന്ന ഇതായിരിക്കും, പെർമിസിബിൾ ഷിയർ സ്ട്രെസ് വരുന്ന സമയത്ത് അതും yield tensile strength തന്നെ എടുത്തിട്ട് ചെയ്തോളൂ. പിന്നെ ഇത് വെറുതെ അസ്യൂം ചെയ്യാൻ പാടില്ല. അത് മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ടേക്ക് ദ വാല്യൂ. ഇനി ചിലപ്പോൾ മെറ്റീരിയൽ തരില്ല, അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വാല്യൂ, ഒരു മെറ്റീരിയൽ അസ്യൂം ചെയ്യുക, അതിന്റെ yield tensile strength എടുക്കുക ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, സോ അതാണ് ഈ മെഷീൻ ഡിസൈനിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ME 401 കഴിഞ്ഞ താഴെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒന്ന്, യൂസ് ഓഫ് ഡിസൈൻ ഡാറ്റ ബുക്ക് ഇസ് പെർമിറ്റഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി, രണ്ടാമത്തെ കാര്യം പറയുന്നത് അസ്യൂം സ്യൂട്ടബിൾ വാല്യൂസ് എന്നുള്ളത്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഹെഡിങ്ങിൽ തന്നെ ഉണ്ടാവും. ഫൈൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. 2 ഗിയർ വരുന്ന ക്വസ്റ്റ്യൻ. ഇതിലെ കറക്റ്റ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രിൻസിപ്പിളും ഇതിൽ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. പക്ഷെ ഇതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കൂടിയുണ്ട്. ഇതാണ് എല്ലാ കാര്യങ്ങളും കൂടെ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം മൈൻഡ് അപ്പ് ചെയ്യാം. So write down the question. A shaft is to rotate. A shaft is to transmit. Shaft is to transmit
20 kilowatts, 20 kilowatts at 210 rpm, 210 rpm. Okay, it is supported on two bearings, supported on two bearings 750 apart, and has two gears keyed to it. Keyed to it. The pinion having 24 teeth. Pinion having 24 teeth of 6 module. 6 module is located 100 to the left of the right hand bearing, and delivers the power horizontally to the right. To the right. The gear having 80 teeth, 80. The gear having 80 teeth and 6 module is located 150 to the right of left hand bearing, and receives power in a vertical direction. In a vertical direction. Vertical direction below it. Vertical direction below it. Select the suitable material. Select the suitable material and determine the required size of the shaft. Required size of the shaft with a factor of safety 2. With a factor of safety 2. That's it. So read the question properly and plot the diagram. അതാണ് ഞാൻ ചെയ്യേണ്ടത്. കറക്റ്റ് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഡയഗ്രം ഒന്ന് പ്ലോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഉള്ള ഡയഗ്രം പ്ലോട്ട് ചെയ്യാം. ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ മാത്രമായിട്ട് വരച്ചാൽ മനസ്സിലാവുമെങ്കിൽ അങ്ങനെ, അല്ല ഐസോമെട്രിക് ആയിട്ട് വരക്കുകയാണെങ്കിൽ അങ്ങനെ.
ഡയഗ്രാം വരക്കാം. ക്വസ്റ്റ്യൻ എഴുതിയില്ല എല്ലാവരും? കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല. എന്നാല് പിന്നെ ഡയഗ്രാം വരച്ചോ. ഞാൻ അപ്പോഴത്തേക്ക് ഡയഗ്രാം വരക്കാം, നിങ്ങൾ വരക്കാം. നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് ഏതാ ഡയഗ്രാം വരിക നോക്കാം. ഓക്കെ, ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തോ, വരച്ചോ. വരക്കുന്നത് കറക്റ്റ് ആവണമെന്ന് സ്റ്റേറ്റ്മെന്റ് വൃത്തിയായിട്ട് വായിക്കുക. അത് വായിക്കുന്നതിനനുസരിച്ചിട്ട് എഴുതി വരച്ചും പോവാം. അത്രേ വേണ്ടു. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയറിങ് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, വരച്ചോ. കഴിഞ്ഞോ? അതെ, എല്ലാവരും ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു സെക്കൻഡ്, ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കട്ടെ.
Okay, so we'll check here. Question wise detail check here. Okay, so this basic arrangement. Okay, I'm explaining here. Okay, so here a shaft needs to transmit 20 kilowatt. Okay, നമ്മൾ ഇതുവരെ ചെയ്ത question കുറച്ച് different ആണ്. കാരണം എന്താ power direct തന്നിട്ടുണ്ട് which is 20 kilowatt, right? And it is rotating at an RPM of 210 RPM. Okay, it is supported on two bearings which are 750 mm apart. അല്ലേ, രണ്ട് തമ്മിൽ bearing end to end distance is 750 mm. 750 mm apart. Okay, and has two gears keyed to it. The pinion having 24 teeth and 6 mm module is located 100 mm to the left of the right hand bearing. Okay, ഇതാണ് right hand bearing. അതിന് 100 mm distance we have this one. Sorry. The distance 100 mm. This is at a distance of 100 mm. Okay, since 100 mm you have the first pinion. അല്ലേ, ഇതിന്റെ കേസിൽ നമുക്ക് 24 ടീത്തും 6 mm മൊഡ്യൂൾ ആണ്. അല്ലേ, ഇതിന്റെ കേസിൽ we have 24 teeth. So നമുക്ക് ഇത് നെയിം ചെയ്യാം A, B, C and D. Okay, so gear D, അല്ലേ, diameter of gear D, okay, is equal to നമുക്ക് എന്ത് പറയാം, മൊഡ്യൂൾ ഇവിടെ തന്നിട്ടുണ്ട്. മൊഡ്യൂൾ is 6 mm, 6 mm മൊഡ്യൂൾ ആണ്, and number of teeth is equal to 24. അല്ലെ, നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറയുന്നത് മൊഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് ആണ്. അല്ലെ, അല്ലെങ്കിൽ മൊഡ്യൂൾ is D/T എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ യു കൻ multiply this one. 6 into 24 will give you the diameter of this one. Okay, അപ്പോൾ you will get the diameter of this one, right? അപ്പോൾ അതാണ് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത്. മൊഡ്യൂളും അതേപോലെ നമ്പർ ഓഫ് ടീത്ത് ആണ് പറഞ്ഞത്. അതിന് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം you have to find the diameter. Similarly, C part in the diameter of the gear C is equal to again m into t for C. Solve the module is given as 6 mm തന്നെയാണ്, and 80 teeth ആണ്. 80 teeth into 6 mm. Okay, so we get the value, correct? So that is a diameter. So ഇതിന്റെ diameter നമുക്ക് കാണാം. Okay, കഴിഞ്ഞില്ല. The pinion having 24 teeth and 6 mm module is located 100 mm to the left of right hand bearing and delivers power horizontally to the right. Yes. So ഈ ഒരു ക്വസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിട്ട് and delivers the power horizontally to the right. Yes, it is delivering power horizontally to the right. Right side like it is delivering power. Right. The gear having 80 teeth. Okay, 80 teeth and 6 mm module is located 150 mm to the right of left hand bearing. Yes, to the right of left hand bearing, and receives power in a vertical direction below it. Okay, and it is receiving power in a vertical direction, right? So ഇതിലേക്ക് power വരും, right? Left in a vertical direction below it. Select a suitable material. Okay, material നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ സെലക്ഷൻ തൊട്ട് നമ്മൾ തുടങ്ങണം. ഓക്കെ, മെറ്റീരിയൽ സെലക്ഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാം, കാരണം മെറ്റീരിയൽ സെലക്ഷൻ അത് ലാസ്റ്റ് നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, and determine the required size of the shaft with factor of safety. Yes, അത് ഈ അവസാനത്തെ ടേം അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു ബേസിക് ഡയഗ്രം ഇങ്ങനെയാണ് വരിക. സോ അറ്റ് 100 mm ഡിസ്റ്റൻസ് ഫസ്റ്റ് ഗിയർ ഉണ്ട്. സിമിലർലി രണ്ടാമത്തത് at 150 mm distance ആണ്, അല്ലേ? Right, 150 mm to the right. Okay, so the distance this one is 150 mm. ഓക്കെ, ഇനി ഇവിടെ ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ സെക്കൻഡ് കേസിൽ ഡി എന്ന് പറഞ്ഞ പിനിയൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ ഗിയറിന്റെ കേസിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനാണ്. പക്ഷെ ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ മുമ്പത്തെ പ്രോബ്ലത്തിൽ ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇവിടെ ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ ഡയറക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. സോ ഫസ്റ്റ് തിങ് is you have to assume the rotation. Okay, you can give some റൊട്ടേഷൻ ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങാം, ഇത്
പിന്നെ പവർ ഇപ്പൊ ഇങ്ങനെയുള്ള ഇതിന്നാണ് ഈ ഗിയർ എന്നാണ്, കാരണം ഇവിടെ പറഞ്ഞിട്ട് ദിസ് ഈസ് എ പിനിയൻ എന്നാണ് പറയുന്നത് അല്ലെ. പിനിയൻ ഈസ് മേക്കിംഗ് ദ ഗിയർ ടു റൊട്ടേറ്റ്. പക്ഷെ ഇതിന്റെ കേസിൽ ദിസ് ഈസ് ദ ഗിയർ ആൻഡ് ദിസ് ഈസ് എ പിനിയൻ ആൻഡ് ദിസ് പിനിയൻ ഈസ് മേക്കിംഗ് ദിസ് വൺ ടു റൊട്ടേറ്റ്. ഈ റൊട്ടേഷൻ ആണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഈ റൊട്ടേഷൻ ഇവിടുന്ന് ഡിന്ന് ഈ അടുത്തൊരു ഗിയറിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഐ എം അസ്യൂമിങ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇനിഷ്യലി ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഞാൻ എടുക്കുകയാണ് ഇവിടെ. സോ ദിസ് ഈസ് മൈ ഡ്രൈവർ ആൻഡ് ദിസ് വൺ ഇസ് മൈ ഡ്രിവൺ. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഡയറക്ഷനും അതുപോലെ തന്നെ എന്റെ ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ ഹിയർ യുവർ ഗിയർ അറ്റ് ദ പോയിന്റ് സി വിൽ റൊട്ടേറ്റ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ the force acting at this point will be tangential force will be acting in this direction, correct? F T at the point C. Okay, and ഇവിടെ ആക്ട് ചെയ്യുന്ന അടുത്തൊരു ഫോഴ്സ് അതിന്റെ ഇൻവേർഡ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് will be acting in upward direction. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യും. റൈറ്റ്. Now similarly ഇനി ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യല് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അല്ലെ. സോ ദിസ് ഡി വിൽ റൊട്ടേറ്റ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ദിസ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതൊരു ഡ്രൈവർ ആണ്. ഡ്രൈവർ ആകുമ്പോൾ അതിന്റെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടുക്കുന്നത് ഇൻ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും അല്ലെ. ഇത് റൊട്ടേഷന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡ്രൈവറിന്റെ കേസ് എടുക്കുക. ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് വെർട്ടിക്കൽ ഡയറക്ഷൻ എഫ് tangential at the point D. Again, would act in the normal reaction inward direction like ആയിരിക്കും, and that is F D F. Okay, clear ആണോ ഫോഴ്സ് ചെയ്തു? ഇഷ്യൂസ് ഉണ്ടോ? ക്ലിയർ ആണോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ? കൺഫ്യൂസ്ഡ് ആയോ? ക്ലിയർ ആണോ? എന്താണ്? ഓക്കെ അല്ലേ? നോർമല് അല്ല, കഴിഞ്ഞതില് നോർമൽ ഡയറക്ഷൻ നോർമലിന്റെ കേസ് ഒന്ന് വേറൊന്നും ചിന്തിക്കണ്ട, എപ്പോഴും ഇൻവേർഡ് ആണ്, ഉള്ളിലേക്കാണ് നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഗിയറിന്റെ അകത്തേക്ക് പോകുന്നത് പോലെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉള്ളിലേക്ക് ഇൻവേർഡ് ഡയറക്ഷൻ എടുത്തേക്കുക. ടാൻജൻഷ്യൽ ഫോഴ്സ് എടുക്കുന്ന കേസ് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? അതേഴ്സ് അതിന് മുന്നോട്ട് പോയി കാര്യമുള്ള എല്ലാവരും ദിനിൽ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വൈശാഖ് ഇല്ല. റോഷിദ് ഓക്കെ, പെട്ടെന്ന് മുന്നോട്ടേക്ക് പോവാം. സോ ഇവിടെ ഡയറക്ഷൻ പാർട്ട് കഴിഞ്ഞു. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വേറൊന്നും റൊട്ടേഷന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടേ ഇല്ല. സോ ഐ ആം അസ്യൂമിങ് എ ഡയറക്ഷൻ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ക്ലോക്ക് വൈസ് എടുത്തു. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് എടുത്താൽ നേരെ തിരിയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്നതെല്ലാം സെയിം തന്നെ ആയിരിക്കും. റൈറ്റ്. ഓക്കെ, ക്ലോക്ക് വൈസ് എടുത്തു. ക്ലോക്ക് വൈസ് എടുത്തപ്പോൾ ഇത് ഡ്രൈവർ ആണ്. ദിസ് വൺ ഇസ് ഡ്രിവന്റെ ഡയറക്ഷൻ യു വിൽ ഗെറ്റ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ്. അഗെയിൻ നോർമൽ ഫോഴ്സ് ഇൻവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ പിനിയനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോ പിനിയന്റെ കേസിൽ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ കേസിൽ വി ആർ ടേക്കിംഗ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ റൊട്ടേഷൻ അല്ലെ, വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, ഇത് രണ്ട് പോയിന്റിലും രണ്ട് ഡയറക്ഷനും ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്ക് ഇവിടുന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കറക്റ്റ്. അപ്പൊ ഇതിന്റെ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാം. നിങ്ങൾ സോൾവ് ചെയ്യണതാണ്. അപ്പൊ ഞാൻ ഇവിടെ ടിപ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രാം. So let this be A, B and C, D. A, B, C
and D. Okay. നമുക്ക് നോക്കാം ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രം എങ്ങനെ വരും നോക്കാം. ഹൊറിസോണ്ടലിൽ വരുന്ന ഫോഴ്സ് വൺ ഇസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് അറ്റ് സി. ഓക്കെ, ഇത് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ബട്ട് സെക്കൻഡ് പോയിന്റ് ഡി എടുത്തു കഴിഞ്ഞാൽ ദിസ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അല്ലെ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൺ എഫ് ടി സി ഈസ് ആക്ടിങ്, നമ്മൾ ഇതിനെ ഡൗൺവേർഡ് എടുക്കുകയാണെങ്കിൽ മറ്റൊരു അപ്വേർഡ് എടുക്കണം. ഓക്കെ, സോ യുവർ എഫ് ടാൻജൻഷ്യൽ അറ്റ് സി ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അടുത്ത കേസിൽ എഫ് നോർമൽ ആണ്, എഫ് D എന്നുള്ള പോയിന്റിലെ നോർമൽ ഈസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രം. ഓക്കെ, നൗ സിമിലർലി വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രം നോക്കാം. ലോഡിംഗ് ഡയഗ്രം. ഓക്കെ, so vertical loading diagram എടുക്കുമ്പോൾ again same ആണ്. You have the points A, B, C and D. Okay, A, B, C, D points വന്നു. ഇനി നമുക്ക് vertical നോക്കിക്കഴിഞ്ഞാൽ at point C the force is acting in upward direction അല്ലെ, FNC is acting in upward direction. അതേപോലെ at D നോക്കിക്കഴിഞ്ഞാൽ this tangential force is acting in downward direction. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. Okay, so your FNC normal at C is acting in upward direction, tangential at D is acting in downward direction. Okay, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലോഡിംഗ് ഡയഗ്രാം. അതെ, ഇതാണ് നിങ്ങളുടെ ലോഡിംഗ് ഡയഗ്രാം. ഇനി എന്ത് വേണം, ഇതിന് സോൾവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡിറ്റർമിൻ ടാൻജൻഷ്യൽ ഫോഴ്സ് കാണണം, നോർമൽ ഫോഴ്സ് കണ്ടുപിടിക്കണം, ടാൻജൻഷ്യൽ അറ്റ് പോയിന്റ് ഡി കാണണം, അതേപോലെ തന്നെ നോർമൽ അറ്റ് ഡിയും കൂടെ കാണണം. റൈറ്റ്, സോ ലെറ്റ് us start one by one സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ആദ്യം നമുക്ക് ഡയമീറ്റർ കണ്ടെത്താം. സോ ഫൈൻഡ് ദിസ് ഡയമീറ്റർ. രണ്ട് കേസിലും ഡയമീറ്റേഴ്സ് ആദ്യം കണ്ടെത്താം. നൗ ഇനി നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് പവറും ആർ പി എം തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ദ ടോർക്ക്. ഓക്കെ, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ടി ഈസ് ഈക്വൽ ടു പവർ തന്നിട്ടുണ്ട്, ടോർക്ക് തന്നിട്ട് യു ക്യാൻ ഫൈൻഡ് അല്ലെ, പവറും ആർ പി എം തന്നിട്ടുണ്ട്. അതിൽ പിന്നെ ടോർക്ക് കണ്ടുപിടിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് യു ക്യാൻ ഫൈൻഡ് ദ ടോർക്ക്. റൈറ്റ്, ഓക്കെ, ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു ക്യാൻ ഫൈൻഡ്, നമുക്ക് ഫസ്റ്റ് ഫോർ ഗിയർ സി എടുക്കാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഫോർ ഗിയർ സി ഗിയറിന്റെ കേസിൽ യു ക്യാൻ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് അറ്റ് സി ആസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ഗിയർ സി അല്ലെ, റേഡിയസ് ഓഫ് ഗിയർ സി. അല്ലെ, ഡയമീറ്റർ നമുക്ക് ഇവിടുന്ന് കിട്ടും, ഡിയുടെ ഡയമീറ്റർ ഇവിടുന്ന് കിട്ടും, അതിന് റേഡിയസ് എടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ അഗൈൻ നോർമൽ ഫോഴ്സ് അറ്റ് സി ഈസ് നത്തിങ് ബട്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് അറ്റ് സി ഇൻറ്റു ടാൻ ആൽഫ. ഓക്കെ, പക്ഷെ ഇവിടെ ഗിയറിന്റെ എത്ര ആൽഫ വാല്യൂ എത്ര എടുക്കണം ഇവിടെ പറഞ്ഞില്ല. സോ യു ക്യാൻ അസ്യൂം ദ വാല്യൂ ആസ് 20 ഡിഗ്രി. ഓക്കെ, പ്രഷർ ആംഗിൾ നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം ദ പ്രഷർ ആംഗിൾ ആസ് 20 ഡിഗ്രി. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടി സി കിട്ടും, അതേപോലെ തന്നെ എൻ സിയും കിട്ടും. സിമിലർലി ഫോർ ഗിയർ ഡി, ദ പിനിയൻ അറ്റ് ഡി സെയിം പ്രോസസ് തന്നെയാണ്. നമുക്ക് ടോർക്ക് അറിയാം, ടാൻജൻഷ്യൽ ഫോഴ്സ് അറ്റ് ഡി ഈസ് നത്തിങ് ബട്ട് ടോർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഡി. Similarly, F normal force at D is equal to FTD tan alpha. That's it. Okay, രണ്ട് ഫോഴ്സും കിട്ടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബാക്കി നമുക്ക് നോർമൽ കേസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ ചെയ്തോ, സോൾവ് ചെയ്ത് തുടങ്ങിക്കോ. ക്ലിയർ അല്ലേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ടോർക്ക് കിട്ടി, പിന്നെ ബാക്കി ഓരോ പോയിന്റ്സ് കണ്ടെത്താനുള്ളൂ. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് കണ്ടെത്തലാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തേക്കണം. ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. ലോഡിംഗ് ഡയഗ്രം എങ്ങനെ എങ്ങനെടാ ഹൊറിസോണ്ടൽ വെർട്ടിക്കലി ലോഡിംഗ് ഡയഗ്രം എങ്ങനെയാ വരച്ചത്? ഞാൻ ഇവിടുന്ന് ഓരോ വാല്യൂസ് വെച്ച് എടുത്തു. സി, ഇത് രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കിയാല് ഓക്കെ, സി ഞാൻ ഈ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ, ഇത് ഇതിന്റെ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് അല്ലെ, ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോക്കുക. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്താ, ഒന്ന് എഫ് ടി സി ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെന്താ എഫ് ഡി എന്നും ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, ടി സി ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഹൊറിസോണ്ടൽ ലോഡിംഗ് ഡയഗ്രത്തിൽ ടി സി ഈസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റിനെ ഞാൻ ഡൗൺവേർഡ് ആക്കി, റൈറ്റ് ടു ലെഫ്റ്റിനെ ഞാൻ അപ്വേർഡ് ആക്കി. കാരണം അത് എങ്ങനെയാണ് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് സെയിം കാര്യം തന്നെ കിട്ടാം. റൈറ്റ്, ഓക്കെ, ആകെ മാറുന്നത് രണ്ട് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് വെർട്ടിക്കൽ എന്നുള്ള അത് നമ്മുടെ ഒരു സൈൻ കൺവെൻഷൻ, നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ എടുത്തിട്ട് പോവാം. ഓക്കെ, നൗ
ഇവിടെ ഇനി എന്താ വരുന്നത്? വെർട്ടിക്കൽ ഫോഴ്സിന്റെ വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രത്തിന്റെ കേസിൽ വെർട്ടിക്കൽ ഫോഴ്സസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഫോഴ്സ് വരുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് നോർമൽ ഫോഴ്സ് അറ്റ് സിയും അതുപോലെ ടാൻജൻഷ്യൽ ഫോഴ്സ് അറ്റ് ഡിയും ആണ് അല്ലെ. ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, ഇത് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിനെ ഞാൻ ഇവിടത്തേക്ക് എടുത്തു. വെർട്ടിക്കൽ ലോഡിംഗ് ഡയഗ്രാം ഇവിടെ ക്ലിയർ ആണോ? കറക്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ സമ്മതിക്കുണ്ട്. ഇതിനല്ലേ സാർ ചെറിയൊരു പ്രശ്നം. ഇന്ന് ഒന്ന് ചെയ്ത് നോക്ക്, കറക്റ്റ് ആയിട്ട് ചെയ്യും. അത് നമ്മളിത് ഇന്നലത്തെ പ്രോബ്ലം ചെയ്ത് നോക്കിനാ? ഇല്ല സാർ, ഇന്നലെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ. അത് ഒരു പ്രോബ്ലം ചെയ്താലേ നമുക്ക് അടുത്തൊരു എന്റെ ലോജിക്ക് ക്ലിയർ ആവുള്ളേ. നമ്മളിത് കണ്ടോണ്ടിരുന്നോണ്ട് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഡയറക്ഷൻ എങ്ങനെ? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഷാഫ്റ്റിന് പാരലായിട്ട് വരുന്ന അങ്ങനല്ലേ കൺസെപ്റ്റ് വരുക? ഡയറക്ഷൻ അതെ. അതൊക്കെ ഈ രണ്ടെണ്ണല്ലേ വരുന്നുള്ളൂ. ഇത് രണ്ടും ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഷാഫ്റ്റിന് ഏകദേശം വെർട്ടിക്കൽ വരില്ലേ? FTN ഇല്ല. നീ ഒന്ന് കറക്റ്റ് നോക്കിയ ഡയഗ്രാം ഏതാ? ഏതാണ് ഒന്നുകൂടെ പറ. പോയിന്റ് ഡിയിലെ FND ഇല്ലേ? അതിന്റെ ഡയറക്ഷൻ അങ്ങ് ഉള്ളിലോട്ടല്ലേ കാണിച്ചിട്ടുള്ളത്? ഉള്ളിലോട്ട് തന്നെ, അതെ. അതപ്പോ ഹൊറിസോണ്ടലിൽ എങ്ങനെ അങ്ങനെ ഒന്ന്? ഇത് ഹൊറിസോണ്ടലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്ക്, ഇതൊരു ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലേ? ഈ രണ്ട് ഗിയറും കണക്ട് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ഞാൻ വരച്ചതിൽ എനിക്ക് തോന്നിയിരിക്കുകയാണ് ഇത് ഹൊറിസോണ്ടൽ ആണ് ആക്സിസ്. മനസ്സിലായോ? ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ ആക്സിസ് ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആക്സിസ് പോകുന്നത്. ഓക്കെ, അതേപോലെ ഇതാണ് വെർട്ടിക്കൽ ആക്സിസ് ഇങ്ങനെ. ഓക്കെ, ഇത് രണ്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ആക്സിസിലാണ്, ഇത് രണ്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലാണ്. ഓക്കെ, ഇവിടെ FTC വരച്ചത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. FTC ശരിക്കും ആ ഡയറക്ഷൻ അല്ലല്ലോ, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അത് 3 ഡയമെൻഷൻ ആയിട്ട് മനസ്സിലാവുന്ന സങ്കല്പിക്കണം കുറച്ച്. പ്രശ്നം മനസ്സിലാക്കി. അത് ഒന്ന് 3 ഡയമെൻഷൻ ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാലേ രക്ഷയില്ല. TC ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്ക്. ഇപ്പൊ ശരിയായി സാർ. ഓക്കെ, ഇത് വെർട്ടിക്കൽ, അത് ആക്സിസ് വരക്കുമ്പോൾ മോസ്റ്റ് ആവും. ഓക്കെ, ഇത് രണ്ടും ഹൊറിസോണ്ടൽ ആക്സിസിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇത് വെർട്ടിക്കൽ ആക്സിസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ആക്സിസ് പാരലൽ ആയിട്ടായിരിക്കും ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ഉള്ളതായിരിക്കും. ബാക്കി പിന്നെ ചെയ്യാൻ മാത്രം അത്രേ ഉള്ളൂ. എല്ലാ ഫോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബെൻഡിങ് മൊമെന്റ്, പിന്നെ സ്യൂട്ടബിൾ മെറ്റീരിയൽ, നിങ്ങൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നോക്കും. ഒരു പിന്നെ അല്ലെങ്കിൽ അതുവരെ തീർത്തോ നമുക്ക്. അപ്പൊ അതിന് ലാസ്റ്റ് മെറ്റീരിയലിന്റെ കേസ് നമുക്ക് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അങ്ങനെ രണ്ട് കേസില് ഹൊറിസോണ്ടലിന്റെയും വെർട്ടിക്കലിന്റെയും ബെൻഡിങ് മൊമെന്റ് റിസൾട്ടന്റ് ബെൻഡിങ് മൊമെന്റ് കണ്ടെത്തുക, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ അടക്കം കണ്ടുവെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാം. ക്ലിയർ? തീർക്കണം, എന്തായാലും ചെയ്യണേ. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് അങ്ങനെ അത് വലിഞ്ഞു പോവുകയുള്ളൂ എന്നില്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ ഷാഫ്റ്റിന്റെ കേസിൽ ഒരു ചെറിയൊരു